കറികളിൽ ഏറ്റവും എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് പരിപ്പ് കറി അല്ലേ? ശരിയാണ്. പരിപ്പ് കഴുകി അടുപ്പിൽ വെക്കുക, ഉപ്പും മഞ്ഞളും ചേർത്ത് വെക്കുക. ഇത് ഞാൻ ഹിന്ദിക്കാരുടെ രീതിയാണ് പറയുന്നത്. നമുക്ക് പിന്നെ കുറച്ച് തേങ്ങയൊക്കെ അരച്ച് ചേർക്കണമല്ലോ, അതിന് ഇച്ചിരി സമയമെടുക്കും. പക്ഷേ ഹിന്ദിക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് ഇത്രയേ ഉള്ളൂ: ഉപ്പും മഞ്ഞളും ചേർത്ത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുക, പിന്നെ അതിന് കടുക് വറുക്കുക, അത്രയേ ഉള്ളൂ. ഉള്ളി, പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയുടെ പേസ്റ്റ്, പിന്നെ തക്കാളിക്ക, പിന്നെ മല്ലിയില, ഇത്രയും മാത്രം ചേർത്ത്, ജീരകം ചേർത്ത് കടുക് വറുത്തെടുക്കുക, അത്രയും മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഇച്ചിരി തേങ്ങയൊക്കെ തിരുവി അതൊക്കെ ഒന്ന് അരച്ച് ചേർത്ത് കറി വെക്കാം. പക്ഷേ ഞാൻ കറി വെക്കുമ്പോൾ മിക്കപ്പോഴും പെട്ടെന്ന് തന്നെ കറി വെപ്പാണ് ഈ ഹിന്ദിക്കാരുടെ രീതിയിൽ തന്നെ. പക്ഷേ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം വിചാരിച്ചു ഇന്ന് ഇച്ചിരി തേങ്ങയൊക്കെ അരച്ച് നല്ലൊരു പരിപ്പ് കറി വെച്ചാലോ. അങ്ങനെ പരിപ്പൊക്കെ ഒന്ന് മഞ്ഞളും ഉപ്പൊക്കെ ചേർത്ത് അടുപ്പിൽ വെച്ചു. അതിന് ശേഷം തേങ്ങ തിരുമ്മി അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ജീരകമൊക്കെ ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. മഞ്ഞൾ ആദ്യം ചേർത്തത് കൊണ്ട് ഇനി നമുക്ക് മഞ്ഞൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അധികം വെന്ത് പോയിട്ടുമില്ല. നല്ലത് വേണം. നമുക്ക് പരിപ്പ് കറിയുടെ ആവശ്യത്തിന് ആ വേവിന് തന്നെ വെന്ത് കിട്ടി. ഇനി ഇതൊന്ന് നമുക്ക് തേങ്ങ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിന് ശേഷം ഒരു കടുക് വറുക്കുക. കടുക് വറുക്കുമ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ്. തേങ്ങ ചേർത്ത് കൊടുത്ത് ഇനി ഇത് നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കടുക് വറുത്താൽ മതി. കടുക് വറുക്കുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് വറുത്താൽ അത്രയ്ക്കും ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെയല്ലേ കറി വെക്കുന്നത്? ശരിയാണെന്ന് തോന്നുന്നു. പിന്നെ ഓരോ ജില്ലകളിൽ ഓരോ രീതിയിലൊക്കെയാണ് കറി വെക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് മിക്കപ്പോഴും പരിപ്പ് കറി വെക്കാറുള്ളത്. നാട്ടിലൊക്കെ അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ വെക്കാറില്ല, വല്ലപ്പോഴൊക്കെ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഒന്ന് ചൂടായിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ച് ഇനി നമുക്ക് ബാക്കി ചേരുവകൾ കൂടി ചേർത്ത് കൊടുത്ത് നല്ല സൂപ്പറായിട്ട് കടുക് വറുക്കണം. എനിക്ക് കുറച്ച് ചുവന്നുള്ളി കിട്ടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ചുവന്നുള്ളിയാണ് ചേർത്തത്. അതിലേക്ക് ഇനിയും തേങ്ങ ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് കടുക് വറുത്ത് കഴിയുമ്പോൾ പരിപ്പ് കറി റെഡിയായി കിട്ടും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ, ഇവിടുത്തെ വിശേഷങ്ങൾ, എൻ്റെ ചെറിയ കുക്കിംഗ് ചാനലും വീഡിയോ ഒക്കെ ആയിട്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും അറിയിച്ചുകൊള്ളുക. ഇനി ഇതൊന്ന് നമുക്ക് തയ്യാറാക്കി വെച്ച പരിപ്പിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ സൂപ്പർ അടിപൊളി ടേസ്റ്റിൽ നല്ല സൂപ്പറായിട്ട് പരിപ്പ് കറി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കേ.